കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. കാശിനാഥൻ സ്റ്റെപ്സ് കയറി മുകളിലെ നിലയിലേക്ക് വരുമ്പോൾ കണ്ടു ധൃതിയിൽ ഇറങ്ങി വരുന്ന മായച്ചേച്ചിയെ. ആ മോനെ കാശി, മോനെ കാണാഞ്ഞിട്ട് ഞാൻ വരുമായിരുന്നു. എന്താ ചേച്ചി, എന്തു പറ്റി പെട്ടെന്ന്? അവൻ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ഓടിക്കയറി ചെന്നു. പാറുമോളെ ഇപ്പം തന്നെ ഇറക്കിക്കൊണ്ടുവരും. അതെയോ? കാശി പുഞ്ചിരിച്ചു. അതെ മോനെ, നമ്മളോടെ ഈ റൂമിൻ്റെ വാതിക്ക് വന്ന് നിൽക്കാൻ അവർ പറഞ്ഞു. ശരി ചേച്ചി. ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പുതിയ ബെഡ്ഷീറ്റും പില്ലോ കവറുമൊക്കെ ഞാൻ മാറ്റി വിരിച്ചിട്ടുണ്ട് മോനെ. വർഷങ്ങൾക്ക് ശേഷം വിദേശത്തു നിന്ന് വരുന്ന ഭാര്യയെ കാണാൻ എന്ന പോലെയാണ് കാശി ലേബർ റൂമിൻ്റെ വാതിൽക്കൽ അക്ഷമയോടെ കാത്തു നിന്നത്. കുറച്ച് കഴിഞ്ഞതും ഒരു സിസ്റ്റർ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു. അപ്പോഴേക്കും സ്ട്രക്ചറിൽ പാറുവിനെ ഇറക്കിക്കൊണ്ട് വരുന്നത് കാശി കണ്ടു. ഒരു നേർത്ത പുഞ്ചിരി അവന് സമ്മാനിച്ചുകൊണ്ട് പാറു ആ മുഖത്തേക്ക് നോക്കി. ഒപ്പം തന്നെ അവളുടെ മിഴികൾ ഏറിനണിഞ്ഞു. മറിച്ചും അതേ അവസ്ഥയിലായിരുന്നു കാശിയും. ആഹാ, പൊന്നുംകുടം പോലെ ഒരു കുഞ്ഞുവാവെ കിട്ടിയപ്പോൾ അച്ഛനും അമ്മയിൽ നിന്ന് കരയുവാണോ? ഇറങ്ങി വന്ന സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ പ്രായമുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരായിരുന്നു പാറുവിൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നിന്നത്. സിസ്റ്റർ പറയുന്നത് കേട്ടതും ഒപ്പമുണ്ടായിരുന്ന മറ്റു സിസ്റ്റേഴ്സും പുഞ്ചിരിച്ചു. പാറുവിൻ്റെ മിഴികൾ തുടച്ചു കൊടുത്തുകൊണ്ട് കാശി അവളുടെ നെറുകയിലൊരു മുത്തം കൊടുത്തു. ചേച്ചി. കാശിയുടെ അരികിലായി നിന്നിരുന്ന മായച്ചേച്ചിയെ പാറു വിളിച്ചതും അവരെ പാറുവിൻ്റെ വലങ്കയിൽ മെല്ലെ ഒന്ന് തൊട്ടു. മോളെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം കഴിഞ്ഞല്ലോ. സമാധാനമായി കുഞ്ഞെ. ഇളം പിങ്ക് നിറമുള്ള ഒരു നൈറ്റിയാണ് അവൾ ധരിച്ചത്. റൂമിലെ ബെഡിലെ സിസ്റ്റേഴ്സും കാശിനാഥനും കൂടി ചേർന്നാണ് അവളെ പിടിച്ചു കിടത്തിയത്. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ഒറ്റയ്ക്ക് ഇറങ്ങിക്കിടന്നോളാമെന്നുമൊക്കെ പാറു പറഞ്ഞതാണ്. പക്ഷെ കാശി സമ്മതിച്ചില്ല. മായച്ചേച്ചിയും അവളെ എതിർത്തു. പാറുവിനെ കൊണ്ടുവന്ന് കിടത്തിയ ശേഷം കുഞ്ഞിനെ കൊണ്ടുവരാനായി 2 സിസ്റ്റേഴ്സ് NICUവിലേക്ക് പോയി. പിന്നാലെ കാശിയും. തൻ്റെ പൊന്നോമനയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവൻ കാത്തു നിന്നു. ഇളം റോസ് നിറമുള്ള തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ കാശിയുടെ ഹൃദയം തുടിച്ചു. തൻ്റെ കൈകളിലേക്ക് കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. കുഞ്ഞാപ്പൂ. ശബ്ദം താഴ്ത്തി മുഖം കുഞ്ഞിൻ്റെ കവിളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ വിളിച്ചു. പെട്ടെന്ന് ആ ശബ്ദം തിരിച്ചറിഞ്ഞെന്നതുപോലെ നല്ല ഉറക്കത്തിലായിരുന്ന കുഞ്ഞിൻ്റെ ഇമകൾ ഒന്ന് ചിമ്മി. ആഹാ, അച്ഛനെ മനസ്സിലായല്ലോ കുഞ്ഞാവയ്ക്ക്. കാശിയുടെ ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു. മറുപടിയായി അവൻ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. പാറുവിൻ്റെ തൊട്ടരികിലായി കുഞ്ഞുവാവയെ കൊണ്ടുവന്ന് കിടത്തിയത് കാശിയായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞുവാവ ഉറക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണു. പാറു മുഖം തിരിച്ച് നോക്കിയപ്പോൾ റോസാദളം പോലുള്ള തൻ്റെ കുഞ്ഞിനെ കണ്ടു. വാവ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ചേച്ചി നന്നായി ഫീഡ് ചെയ്യണം. കുഞ്ഞുറങ്ങുവാണെന്ന് കരുതി ഇരിക്കില്ലേ. ഇടയ്ക്കൊക്കെ എഴുന്നേൽപ്പിച്ച് കുടിപ്പിച്ചോണം കേട്ടോ. NICUവിൽ നിന്ന് വന്ന കുഞ്ഞിനെയും കൊണ്ടുവന്ന സിസ്റ്റർ പാർവതിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു കൊടുത്തു. നന്നായി വെള്ളം കുടിക്കണം, ഫുഡെല്ലാം കഴിച്ചോണം. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. എങ്കിൽ മാത്രമേ ചേച്ചിക്ക് നന്നായി ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവൂ. പിന്നെ എന്തെങ്കിലും ക്ഷീണവോ മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങളെ നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. വിളിച്ചാൽ മതിയേ. നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ശേഷം സിസ്റ്റേഴ്സ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പാറുവിന് കുടിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫ്ലാസ്കം എടുത്തുകൊണ്ട് മായച്ചേച്ചിയും വെളിയിലേക്ക് പോയി. കാശി പാറുവിൻ്റെ അരികിലായി വന്നു. എന്നിട്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. പാറൂട്ടി, ഒരുപാട് വേദനിച്ചോ നിനക്ക്? ഇല്ല കാശിയേട്ടാ, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞാപ്പൂ പാവമല്ലേ, എന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ചൊന്നുമില്ല. അവൾ തൻ്റെ വലത് കൈ എടുത്ത് കാശിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അർജുനും കല്ലുവുമൊക്കെ വിവരം അറിഞ്ഞോ ഏട്ടാ? പിന്നില്ലേ, കല്ലു 10 മിനിറ്റ് ഇടവിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നിൻ്റെ വിവരം തിരക്കാനായി. പിന്നെ ഇന്ന് ഓഫീസിൽ അത്യാവശ്യമായിട്ട് 1-2 മീറ്റിംഗ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ കോർഡിനേറ്റർ അർജുനാണ്. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് അവൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കല്ലു അർജുനും ഇവിടേക്ക് പോരും. അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കടമകൾ ഞാൻ തന്നെ വേണ്ടേ പൂർത്തിയാക്കാൻ. ഫോട്ടോ അയച്ചു തരണം, കുഞ്ഞിനെ കാണിക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞു. വീഡിയോ കോൾ ചെയ്യൂ കാശിയേട്ടാ. വാവയെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഇപ്പം തൽക്കാലം ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പാറു. വരട്ടെ, നോക്കാം. അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. എൻ്റെ ഏട്ടൻ്റെ അച്ഛനും അമ്മയല്ലേ, വേറൊന്നും വേണ്ട. എൻ്റെ കാശിയേട്ടന് ജന്മം നൽകിയവരല്ലേ,
അതുമാത്രം മതി എനിക്ക് ഈ ജന്മം അവരോടുള്ള കടപ്പാടിന്. നോക്കാം ഇനി വിളിക്കുമോന്ന്, എന്നിട്ട് തീരുമാനിക്കാം. പാറു ഒന്ന് മൂളി. കഴിക്കാൻ നിനക്ക് എന്താ വേണ്ടത്? നന്നായി ഭക്ഷണം കഴിക്കണം, അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇപ്പം എനിക്കൊന്നും വേണ്ട കാശിയേട്ടാ, കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിയട്ടെ. എന്നിട്ട് എനിക്കൊരു പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും വാങ്ങി തന്നാൽ മതി. ശരി. ഏട്ടനൊന്നും കഴിച്ചില്ലല്ലോ അല്ലേ? എനിക്കും ഇപ്പോൾ ധൃതിയൊന്നും വേണ്ടടാ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സാരമില്ല, എങ്കിൽ ഏട്ടൻ പോയി എന്തെങ്കിലും പാർസൽ വാങ്ങിച്ചുകൊണ്ട് വാ. മായച്ചേച്ചിക്ക് എന്താണ് വേണ്ടതെന്ന് ഒന്ന് ചോദിച്ചിട്ട് പോണേ. ആ, എൻ്റെ കാര്യം ഓർത്താണെങ്കിൽ എനിക്കിപ്പോൾ ധൃതി ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ വിശപ്പും ദാഹവും ഒക്കെ എവിടെയോ പോയി ഒളിച്ചു. കാശി ഒരു ചിരിയോടുകൂടി അവളെ നോക്കി പറഞ്ഞു. ഓ, ഈ അമ്മയാകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമുള്ള പരിപാടിയല്ല കേട്ടോ ഏട്ടാ. പാറു കാശിയെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. എന്താടാ? ഏയ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഭാഗ്യത്തിന് നോർമൽ ഡെലിവറി ആയതുകൊണ്ട്. CS ആയിരുന്നെങ്കിലേ ഞാനിപ്പോൾ ആ സർജിക്കൽ ഐസിയുവിൽ കിടക്കേണ്ടി വന്നേനെ. ഞാനും മായച്ചേച്ചിയും അതുമാത്രമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, നോർമലാക്കി തരണേന്ന്. പിന്നെ ഡോക്ടർ ഇടയ്ക്ക് എന്നോട് വിളിച്ചു പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എല്ലാം ഓക്കെ ആണെന്ന്. ആ ഡോക്ടർ എന്ത് സ്നേഹമായിരുന്നെന്നോ. എനിക്ക് ആ നിമിഷം എൻ്റെ അമ്മയാണ് ഓർത്തുപോയത്. സത്യം പറഞ്ഞാൽ ഞാൻ ഉറക്കെ കരയുമ്പോഴൊക്കെ ഡോക്ടർ വന്നെൻ്റെ അരികിൽ നിൽക്കും, ഒരുപാട് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട്. അതുപോലെയായിരുന്നു ആ ലേബർ റൂമിൻ്റെ ഉള്ളിലെ സിസ്റ്റേഴ്സ്. 1-2 ചേച്ചിമാരേ ഉള്ളായിരുന്നു ഏജ് ഉള്ളത്. ബാക്കിയൊക്കെ കല്യാണം പോലും കഴിയാത്ത കൊച്ചു കുട്ടികളാണ്. എന്നിട്ട് ആ കുട്ടികൾ പോലും അടുത്തുനിന്ന് മാറാതെ നിന്ന് എന്നെ സമാധാനിപ്പിച്ചു. എന്തായാലും എല്ലാം കഴിഞ്ഞല്ലോ എൻ്റെ പാറൂട്ടാ. നിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം പോലും പോയത്. ഇരുവരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മായച്ചേച്ചി ചൂടുവെള്ളവുമായി കയറി വന്നു. അവരുടെ കയ്യിൽ കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു. നഴ്സിംഗ് റൂമിൽ നിന്നും തന്നതാണ് മോനെ, ഭക്ഷണത്തിന് ശേഷം കൊടുക്കാനുള്ളതാ. മായച്ചേച്ചി മെഡിസിൻ കൊണ്ടുവന്ന് അവിടെ കിടന്നിരുന്ന ടേബിളിൽ വെച്ചു. പെട്ടെന്ന് കുഞ്ഞുവാവയൊന്ന് ചിണുങ്ങി എഴുന്നേറ്റു. കരയുവാനായി തുടങ്ങിയതും കാശിനാഥൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തു. അങ്ങനെ 3 ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി എത്തിയപ്പോൾ നേരം 3 മണിയായി. കാശിയും മായച്ചേച്ചിയും കൂടി കുഞ്ഞിനെയും പാറുവിനെയും കൊണ്ടുവന്ന് റൂമിൽ കിടത്തി. ശേഷം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരാൻ വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയി. മായച്ചേച്ചി തലേദിവസം വന്ന് റൂമെല്ലാം ക്ലീനാക്കി വെച്ചു. ഫ്ലോറൊക്കെ ഡെറ്റോൾ ഉപയോഗിച്ച് തുടച്ചിട്ട ശേഷം അവർ മടങ്ങിപ്പോന്നത്. ബെഡ്ഷീറ്റ് മാത്രം ഒന്ന് മാറ്റി വിരിച്ചാൽ മതിയായിരുന്നെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന സാധനമെല്ലാം എടുത്ത് സ്വീകരണമുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുളിച്ച് ഫ്രഷായ ശേഷമാണ് കാശി ബെഡ്റൂമിലേക്ക് വന്നത്. മോള് നല്ല ഉറക്കത്തിലാണല്ലോ. ഉറങ്ങിക്കിടക്കുന്ന വാവയെ നോക്കി പറഞ്ഞുകൊണ്ട് കാശിനാഥൻ പാറുവിൻ്റെ അരികിലായി വന്നിരുന്നു. മായേച്ചി ഇപ്പം ദേഹമൊക്കെ നന്നായി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആൾ നല്ല സുഖ ഉറക്കത്തിലാണ്. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ തടഞ്ഞു. അനങ്ങാതെ കിടന്നോണം, ഇപ്പോൾ നന്നായി റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ് കേട്ടോ. ഓ, ഇങ്ങനെ കിടന്ന് എനിക്കാകെ മടുപ്പായി. അതൊന്നും സാരമില്ല, കുറച്ച് ദിവസം നന്നായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ബാക്ക് പെയിൻ വരും. ഓ, ഉത്തരവ് സാറേ. പാറു ചിരിച്ചു. ആഫ്റ്റർ ഡെലിവറി കെയറിന് വേണ്ടി നമ്മുടെ റിയാസിൻ്റെ ഉമ്മച്ചി പറഞ്ഞിട്ട് ഒരു ഏജൻസി ഞാൻ വിളിച്ചു ചോദിച്ചു. എന്നിട്ടോ? അവർ മറ്റന്നാൾ എത്തും. 15 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്ത് നിൻ്റെയും വാവയുടെയും കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉറക്കത്തിൽ കുഞ്ഞുവാവ ഒന്ന് ചിണുങ്ങി. പെട്ടെന്ന് തന്നെ പാറു കുഞ്ഞിൻ്റെ തുടയിൽ ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്തു. സുന്ദരിപ്പെണ്ണിൻ്റെ കിടപ്പ് നോക്കിക്കേ. മുടി കണ്ടോ ഏട്ടാ? നിറയെ ഉണ്ടല്ലേ. നിൻ്റെ മുടിയും കണ്ണും മൂക്കും ഒക്കെയാ. ഏയ് അല്ലെന്നേ, മായച്ചേച്ചി പറഞ്ഞത് ഏട്ടനെ പോലാണെന്നാ. പിന്നെ ചുമ്മാ പറയുന്നതല്ലേ, നിൻ്റെ അതേ ചായയാണ്. അവൻ ചിരിച്ചുകൊണ്ട് പാറുവിൻ്റെ കവിളിൽ തലോടി. അമ്മയും അച്ഛനുമൊക്കെ എന്നത്തേക്ക് വരും? എന്തെങ്കിലും പറഞ്ഞോ ഏട്ടാ? നൂലുകെട്ട് തറവാട്ടിൽ വെച്ച് നടത്തണോ അത്രേ. ആദ്യമായിട്ടുണ്ടാകുന്ന അനന്തരാവകാശിയല്ലേ. ഏട്ടൻ എന്തു പറഞ്ഞു? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ 2 ആളും കൂടി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടായിരുന്നു. അവിടെ വെച്ച് നടത്താം, അവരുടെ ആഗ്രഹമല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് പാറു, അല്ലാതെ അവരാരുമല്ല. പിന്നെ ഒരുപക്ഷെ ഞാൻ അവർ പറയുന്നത് കേട്ടിരുന്നേനെ.
പക്ഷെ നിന്നോട് കാണിച്ച അകൽച്ച, അതും നിന്റെ പ്രഗ്നൻസി പീരീഡിൽ, ഈ കാശിനാഥൻ അത് മറക്കില്ലടി. അത് പറയുമ്പോൾ വ്യക്തമായിരുന്നു കാശിക്ക് ഇപ്പോൾ അവരോടൊക്കെ അവൻ്റെ ഉള്ളിലുള്ള മനോഭാവം എന്താണെന്നുള്ളത്. പിന്നീട് പാർവതി ഒന്നും തന്നെ അവനോട് സംസാരിക്കാൻ മുതിർന്നില്ല. കാരണം അവന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. മോനെ കാശി, ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. മായ ചേച്ചി റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് പറഞ്ഞതും കാശി പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ എടുക്കാനായി പോയി. അർജുനായിരുന്നു. കല്ലൂന് എന്തെങ്കിലും വിശേഷമായി കാണുമെന്ന് കാശി ചിന്തിച്ചു. ഹലോ അർജുൻ. ആ കാശി ഹോസ്പിറ്റലിലാണ്. അതെയോ, എന്തായി? ഒന്നും ആയില്ലടാ, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ വൈകാതെ തന്നെ അർജുൻ സാർ ഒരു അച്ഛനാകും. എടാ, എനിക്ക് ഭയങ്കര ടെൻഷൻ പോലെ. അവൾക്ക് എന്തെങ്കിലും പറ്റുമോടാ? എന്തോന്ന് പറ്റാൻ? അല്ലടാ, പെയിൻ സഹിക്കാനൊക്കെ പറ്റുമോ? എനിക്കെല്ലാം കൂടി ആലോചിച്ച് പ്രാന്ത് പിടിക്കുക. കഴിഞ്ഞ ആഴ്ച ഇതേ നേരത്ത് അവിടെ പ്രാന്ത് പിടിച്ച് നെട്ടോട്ടോടിയ എന്നോട് നീ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റും നിൻ്റെ മാനസികാവസ്ഥ. എടാ, ഒരുപാട് നേരം എടുക്കുമോ? ഇല്ലടാ, നീ പേടിക്കാതെ. ജാനകി ചേച്ചി ഒപ്പമുണ്ടോ? ഉണ്ട്. നീ പേടിക്കാതെ, ഒരു കുഴപ്പവും വരില്ലെന്നേ. ഞാൻ വരണോ അങ്ങോട്ട്? വേണ്ട, ഇന്നല്ലേ ഡിസ്ചാർജായി പോയത്. നീ വരുമൊന്നും വേണ്ട. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. എന്നാൽ ഫോൺ വെച്ചോ നീ, എന്നിട്ട് പ്രാർത്ഥിക്ക്. ഫോൺ വെച്ച ശേഷം കാശി ചെന്നിട്ട് പാറുവിനോട് വിവരം പറഞ്ഞു. ആ, എന്നാൽ പിന്നെ ഇന്ന് തന്നെ കാണും അല്ലേ ഏട്ടാ? അങ്ങനെയാവൻ പറഞ്ഞത്. ഏട്ടനൊന്ന് ചെന്നിട്ട് വാ, അർജുൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചതാ, പക്ഷെ അവൻ പറഞ്ഞത് വരണ്ടെന്നാണ്. അത് പിന്നെ അങ്ങനല്ലേ ഏട്ടാ പറയുള്ളൂ. ഏട്ടനൊന്ന് ചെന്നിട്ട് വാ. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കാം, എന്നിട്ടാവട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ വാവയുടെ അടുത്തേക്ക് വന്ന് കിടന്നു. എന്നിട്ട് ചുരുട്ടി പിടിച്ചു വച്ചിരിക്കുന്ന ആ പിഞ്ചിളം കൈയെടുത്ത് അവൻ്റെ കൈക്കുള്ളിലേക്ക് ചേർത്ത് വെച്ചു. പെട്ടെന്ന് കുഞ്ഞൊന്ന് അനങ്ങി എഴുന്നേറ്റു. അച്ചയുടെ ശങ്കരി, അവൻ വിളിച്ചതും കുഞ്ഞിമകൾ വെട്ടിച്ചു. എന്നിട്ട് ഉറക്കെ കരഞ്ഞു. വിശന്ന് കാണും, അതാ. പറഞ്ഞുകൊണ്ട് പാർവതി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. സപ്പോർട്ടിംഗ് പില്ലോ എടുത്ത് വാവയെ മടിയിലേക്ക് വെച്ചു. ഞരങ്ങിയും മൂളിയും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന വാവയെ നോക്കി കാശിയും പാറുവും ചിരിച്ചു. ഇതിന് ഇത്രമാത്രം ടേസ്റ്റ് ഉണ്ടോ? കാശിയുടെ ചോദ്യം കേട്ടതും പാറു ചിരിച്ചു. ഏട്ടൻ ഇതൊക്കെ കുടിച്ചല്ലേ വളർന്നത്? അതുണ്ടോ ഇപ്പോൾ ആരെങ്കിലും ഓർക്കുന്നോ? അധികം ഓർക്കണ്ട, എഴുന്നേറ്റ് പോകാൻ നോക്ക്. അവൾ കണ്ണുരുട്ടിയതും കാശി പതിയെ അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പാറുവിൻ്റെ കവളിൽ ഒരു കടി വെച്ച് കൊടുത്തുകൊണ്ട് എന്തോ പെറുപിറുത്തു. പാറു മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്, അതിന് നീ ഇത്രയ്ക്ക് വയലൻ്റ് ആവേണ്ട. പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് കാശി പുറത്തേക്ക് പോയി. ആ സമയത്ത് അവൾക്ക് കുടിക്കാനുള്ള പാലുമായിട്ട് മായച്ചേച്ചി കയറി വന്നു. കുഞ്ഞിനെ വയറ് നിറപ്പിച്ച ശേഷം പാറു അവളുടെ സഹായത്തോടെ ബെഡിൽ കിടന്നു. എന്നിട്ട് ചെറു ചൂടുള്ള പാല് കുടിച്ചു തീർത്തു. വല്ലാത്ത പരവശമാണ് ചേച്ചി. അത് കുഞ്ഞിനെ പാലൂട്ടുന്നത് കൊണ്ടാണ് മോളെ, പേടിക്കണ്ട, നന്നായി ഭക്ഷണം കഴിച്ചാൽ മതിയേ. മായച്ചേച്ചി പറഞ്ഞതും പാറു തലയാട്ടി. കല്ലുവിനെ അഡ്മിറ്റാക്കിയ കാര്യമൊക്കെ അവൾ അവരോട് പറഞ്ഞു. ഈശ്വര, പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. പാവം, ഒരുപാട് വേദന എടുപ്പിക്കരുതേ. ഇരുവരും പ്രാർത്ഥിച്ചു. കാശി ഇടയ്ക്കൊക്കെ അർജുനെ വിളിച്ചു. ഒന്നും ആയിട്ടില്ലെന്നായിരുന്നു അവൻ്റെ മറുപടി. ഇടയ്ക്കൊരു തവണ അർജുനെ വിളിച്ചപ്പോൾ അവൻ ഇത്തിരി ദേഷ്യത്തിലായിരുന്നു. കാരണം അറിഞ്ഞതും കാശിയുടെ മുഖം വലിഞ്ഞു മുറുക്കി. തുടരും.